ചേട്ടാ 2 മിനി ഗോൾഡ്. എന്റെ കാശങ്ങ കൊടുത്തു കേട്ടാ. ദരിദ്രവാസി. എടാ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് ഷോ കാണിച്ച് എന്നെ വിളിക്കരുതെന്ന്. എനിക്കിന്ന് ഒമർ ലുലുവിന്റെ ഒരു അണ്ടകടാകൻ ലവിന്റെ ഓഡിഷൻ ഉണ്ടായിരുന്നു. അതും മിസ്സായി. ഒമർ ലുലുവിന്റെ ഓഡിഷൻ അല്ലേ? എന്നാ പിന്നെ നിനക്ക് എന്തായാലും കിട്ടും. അതെന്താ? അല്ല, പുള്ളി സാധാരണ അഭിനയിക്കറിയാൻ മലത്തൂരനിലെ ഓഡീഷനിലൂടെ സെലക്ട് ചെയ്യണത്, അതുകൊണ്ട് പറഞ്ഞാ. ഫ്രഷ് കോമഡി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിനക്ക് ജോലി വേണോ ഇന്റർവ്യൂവിന് നീ ഒറ്റയ്ക്ക് വെക്കോ, വെറുതെ എന്നെ വന്ന് ശല്യം ചെയ്യരുത്. അവിടെയാണ് ശിവ എന്ന ആത്മാർത്ഥ സുഹൃത്തിനെ നീ അണ്ടർ എസ്റ്റിമേറ്റ്. പിന്നെ നിന്നെ പോലുള്ള മണ്ടന്മാര് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത കൂട്ടത്തിൽ കുറച്ച് ബുദ്ധിയുള്ള ഞാനൊക്കെ ഭയങ്കര സംഭവമാണ് ഇന്റർവ്യൂ കൊടുത്തു തോന്നുന്നു. അങ്ങനെ എനിക്ക് ജോലി കിട്ടും. ഈ പെണ്ണ് കാണാനൊക്കെ പോകും, കാണാൻ കൊള്ളാത്ത നിന്നെ പോലുള്ള പൊട്ടന്മാരെ കൂടെ കൊണ്ടുപോകും. ആ ഒരു ടെക്നിക്കാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചത്. എങ്ങനെയുണ്ട്? അങ്ങനെയാണെങ്കിൽ നിനക്ക് നിന്റെ തന്തയെ കൂടി വിളിക്കായിരുന്നു. പക്ഷേ അതിന് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? നിന്റെ തന്തയല്ല, എന്റെ തന്ത. ശരിയാക്കി തരാം. ഈ ജോലി കിട്ടിയ തുടക്കത്തില് തന്നെ 35,000 ശമ്പളം കിട്ടിയാലല്ലേ? പിന്നെ അലവൻസ്, ഗ്രാറ്റുവിറ്റി, TF. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഇവന്റെ റിലേ കട്ടായ ദൈവമേ. ഇതേപോലത്തെ പുസ്തകമൊക്കെ വല്ലപ്പോഴും വായിച്ച് പഠിക്കാൻ നോക്കും. കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യട്ടെ. ഇത് ശരിക്കും റിലേ കട്ടായി. എന്താ എന്റെ കോൺസെൻട്രേഷൻ കളയല്ലേ, ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് കാണില്ലേ. ഇവനിട്ടൊരു മുട്ടം പണി കൊടുക്കാം. നീ എന്തീ കാണിക്കണത്? അടിപൊളി. എന്താണ്? ബാക്ക് ടയർ പഞ്ചറായെന്ന് തോന്നുന്നു. നീ ഒന്ന് ഇറങ്ങി നോക്കിയേ. പണ്ടാറടങ്ങാനായിട്ട് വണ്ടിക്കൊരിക്കൽ പോലും പൈസ ഇല്ല. എന്റെ ഇന്റർവ്യൂവിന്റെ വരെ തീരുമാനം. അയ്യേ സീനൊന്നുമില്ല. ജാക്കിയിൽ ജാക്കി സ്റ്റെപ്പിന് ഇരിപ്പുണ്ട്. നിനക്കല്ലേ ഇന്റർവ്യൂവിന് പോകാൻ തിരക്ക്, ഇറങ്ങി മാറ്റിക്കോ. നീ ഇങ്ങോട്ട് വാടാ. അയ്യോ, ഈ ജാക്കറ്റില് എനിക്ക് നിന്റെ അത്ര എക്സ്പീരിയൻസ് ഇല്ല. തന്നെ ഇറങ്ങി വെച്ചാൽ മതി. എനിക്കൊരുത്തര സഹായം വേണ്ടടാ. ശിവ മെക്കട മെക്ക്, റോയൽ മെക്ക്. എന്നാ പോയി വെക്ക് റോയൽ മെക്ക്. ശരിയാക്കി തരാം. പഞ്ചറാന്നേരം പറഞ്ഞു വണ്ടിക്കൂലി തന്നിട്ട് പോടാ. പോടാ പുല്ലേ, ഈ ജോലി എനിക്ക് നമുക്ക് നൈസായിട്ട് പണിയാന്നല്ലേ. എന്താണ് ശിവ, മീൻ മേടിക്കാൻ വേണ്ടി വന്നാണോ? ഏയ് മീൻ മേടിക്കാൻ വന്നല്ല, പിന്നെ എന്റെ പേഴ്സ് കളഞ്ഞു. ചേച്ചി എനിക്കൊരു 100 രൂപ തരും. അയ്യോ മോനെ, കച്ചവടം ഒന്നും ആയിട്ടില്ലല്ലോടാ. ആരെങ്കിലും പരിപാടി എനിക്ക് ഞാൻ തരാം. നീ ഒന്ന് പിടിച്ച്, ഞാൻ ചായ കുടിച്ചിട്ടും വരാം. നീ ഇവിടെ നിക്ക്. ആരെങ്കിലും പരിപാടി എനിക്ക് അപ്പ കാശ് ഞാൻ തരാം. കേരളത്തിലെ മുഴുവൻ ബിടെക് വിദ്യാർത്ഥികൾക്കും മാതൃകയായിരിക്കുകയാണ് ഈ യുവാവ്. കുടുംബം പുലർത്താൻ വേണ്ടി മീൻ വിൽക്കാൻ എത്തിയ ബിടെക് ബിരുദധാരിയാണ് ശിവ. ബിടെക് ബിരുദധാരി മാർക്കറ്റിൽ മീൻ വിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശിവയോട് തന്നെ നമുക്ക് ചോദിക്കാം, ഈ സമയത്ത് എന്തു തോന്നുന്നു ശിവ? ഞാൻ ചോദിക്കട്ടെ, ഒരു ബിടെക് ബിരുദധാരിക്കൂടെ മീൻ വിൽക്കാൻ പറ്റുന്ന വല്ല നിയമമുണ്ടോ? ഇനി ഇവനെങ്ങാനും വൈറലാവും. നിങ്ങൾക്ക് വലിയ വാർത്തയായിട്ട് തോന്നുന്നത് മീൻ കച്ചവടം ഒരു മോശം തൊഴിലാണെന്നുള്ളത് നിങ്ങളുടെ കാഴ്ചപ്പാടാണ്. കിട്ടിയ ഗ്യാപ്പിൽ തള്ളി മറിക്കുക. ഇറക്കി വിടണ്ടായിരുന്നു. എല്ലാ തൊഴിലും അതിന്റേതായ മാന്യത ഉണ്ടെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ചേച്ചി, ശിവയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ചേച്ചിക്ക്? ശിവ ഞങ്ങളുടെ മുത്തല്ലേ. ഈ കഴിഞ്ഞ പ്രളയത്തിൽ ഞങ്ങളെയൊക്കെ ജീവൻ രക്ഷിച്ച സൂപ്പർമാനാ, സൂപ്പർമാൻ. ടോവിന കേക്കണ്ട. ഈ വേഷത്തിൽ മീൻ കച്ചവടത്തിന് എത്താനുള്ള കാരണം എന്താണ് ശിവ? സത്യത്തിൽ ഞാൻ ബ്രിസ്കോ എന്ന കമ്പനിയിലേക്ക് ജോലിക്കുള്ള ഇന്റർവ്യൂവിന് പോകുക. എനിക്ക് ജോലി കിട്ടുന്നുള്ള പേടി കൊണ്ടും എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് ആയിട്ടുള്ള എന്നെ വഴിയിലിറക്കി വിട്ടിട്ട് പോകുമായിരുന്നു. അപ്പോഴാണ് ഈ ചൂടത്തിരുന്ന് മീൻ വിൽക്കുന്ന മറിയച്ചെടുത്തിയെ ഞാൻ കണ്ടത്. അവരെ സഹായിക്കണമെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ചെറുപ്പക്കാർ കണ്ടത്. അപ്പം ഇന്റർവ്യൂ നഷ്ടപ്പെട്ടു, അതിൽ ദുഃഖമുണ്ടോ? ഇല്ല, എനിക്ക് എന്റെ കഴിവിൽ ആത്മവിശ്വാസമുണ്ട്. പിന്നെ ഇന്റർവ്യൂ ജോലിയൊക്കെ ഇനിയും വരുമല്ലോ സാർ. ഞാൻ വെയിറ്റ് ചെയ്യാൻ. ഇതുപോലത്തെ എന്ത് തൊഴിലും ചെയ്യാൻ കഴിവുള്ള സ്മാർട്ടായ ചെറുപ്പക്കാരാണ് കമ്പനി. സി മിസ്റ്റർ സോമൻ സർ, ആ പയ്യനെ ഇപ്പൊ തന്നെ കൂട്ടിക്കൊണ്ടുപോവാ. പിന്നെ പോരുമ്പോ ചാനലുകാരെ കൂടെ കൂട്ടിക്കോ. ഓക്കെ സർ. കമ്പനിക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നാടറിഞ്ഞുണർന്നേ
ഗ്യാങ്ങുമായി വരുന്നവനാണ് ഗ്യാങ്സ്റ്റർ. അവൻ ഒറ്റയ്ക്കാണ് വന്നത്. മോൺസ്റ്റർ. മീനൊക്കെ വിറ്റ് വലിയ വൈറലായിരിക്കുകയാണ്. മലയാളികൾക്ക് അഭിമാനമാണ്. ഇപ്പോൾ ഈ സമയത്ത് എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഒന്നും തോന്നുന്നില്ല. പവൻ ചാനേര് വലിയൊരു വന്നോളൂ. ശിവ തൊഴിലിന്റെ മഹത്വത്തെ കുറിച്ച് പറയാൻ കേട്ടു. ഹോ, എന്ത് വിശാലമായ ചിന്താഗതി. ഇത് എങ്ങനെയാണോ ഇങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞേ? റീഡിങ്. ഞാൻ നല്ല നല്ല ബുക്സ് ഒക്കെ വായിക്കും. ആണോ? ശിവ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള, ഏറ്റവും ഇൻസ്പയർഡ് ആയിട്ടുള്ള, ഏറ്റവും മോട്ടിവേറ്റഡ് ആയിട്ടുള്ള, ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള ശിവയുടെ ആ പുസ്തകം ഉണ്ടല്ലോ, ആ ഫേവറേറ്റ് ബുക്ക്, അത് ഏതാ ശിവ? ഫേവറേറ്റ് ബുക്ക് എന്ന് പറഞ്ഞാല് ഫയർ. ഓ, വിങ്സ് ഓഫ് ഫയർ, കലാം സാറിന്റെ. എനിക്ക് തോന്നിയിരുന്നു, അല്ലാതെ ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ശിവ, താങ്കൾ എന്തായാലും നമ്മുടെ കമ്പനിയിൽ എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. താങ്ക് യു മാഡം. ഞങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ? ശിവ പ്രിപ്പയർഡ് അല്ലേ? ഐ എം പ്രിപ്പയർഡ്. ബേസിക് മാത്സ് ആണ്. വാട്ട് ഈസ് സൈൻ ക്യൂ ഡിവൈഡഡ് ബൈ കോസ് ക്യൂ? പോളിപ്പോളിയല്ലോ, നീ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അപ്പൊ ഓക്കെ, താങ്ക് യു. താങ്ക് യു. കറക്റ്റ് ആൻസർ. എന്നാ പോണാവേ, ഇയാളെ വീണ്ടും വെറും വീട്ടിൽ ഞെട്ടിച്ചോണ്ടിരിക്കണാവേ. എന്താ പോണോ ബേബി ശാലയുടെ ആങ്ങളുടെ മുഖം പറ്റുണ്ട്. അടുത്ത തന്നെ സോമൻ ചോദിക്കും. വിച്ച് കളർ അബ്സോർബ് മാക്സിമം ഹീറ്റ്? ഡാർക്ക് ആണല്ലോ. ഓ, ഡാർക്ക് കളർ അബ്സോർബ് മാക്സിമം ഹീറ്റ്. ഈ തല മൊത്തം ഉത്തരങ്ങളാ. കണ്ടില്ലേ മുടി എഴുന്നേറ്റ് നിൽക്കുന്നത്? ശിവയ്ക്ക് പ്രോഗ്രാമിംഗ് ഒക്കെ അറിയില്ലേ? പ്രോഗ്രാമിംഗ് അറിയും തോറും അകലം കൂടുന്ന മഹാസാധനം. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിനെ കുറിച്ച് അറിയാൻ ചെന്നൊരു കമ്പനിയുടെ മുന്നിൽ ലോനപ്പൻസ് ടെക്നോ സൊല്യൂഷൻസ് റെസ്യൂം കാണിച്ചപ്പോ എക്സ്പീരിയൻസ് എടുത്ത് വെക്കാൻ പറഞ്ഞു. സപ്ലി അടിച്ച് മൂഞ്ചി തെറ്റിയ എന്റെ കയ്യിൽ എവിടെന്നായ എക്സ്പീരിയൻസ്? പ്രോഗ്രാമിന്റെ ആദ്യ അക്ഷരം പഠിപ്പിച്ചു തന്ന ഊള ജോസിനെ മനസ്സിൽ പച്ചത്തെറി പറഞ്ഞുകൊണ്ട് C++ ലാംഗ്വേജിൽ ഒരു പ്രോഗ്രാം അങ്ങോട്ട് കാച്ചി. സിസ്റ്റം ഹാങ്, നെറ്റ്വർക്ക് ക്രാഷ്. ഓ, പണ്ഡിതൻ. യു ആർ അപ്പോയിന്റഡ്. താങ്ക് യു സർ, താങ്ക് യു. കൺഗ്രാറ്റ്സ്. എന്റെ കപ്പ. ശിവ നീ എന്നെ വലിപ്പിക്കാൻ നോക്കിയല്ലോടാ. എടാ, ഞാൻ ഇറക്കി വിട്ടതുകൊണ്ടല്ലേ നിനക്ക് ജോലി കിട്ടിയത് വൈറലായതൊക്കെ. അയ്യടാ, അതിന്റെ ഭാഗ്യം കൊണ്ട് കിട്ടിയാൽ അതെന്തെങ്കിലാണ്. നിനക്ക് എന്താണ് ജോലി കിട്ടിയില്ലേ? അതുകൊണ്ട് ഇന്നത്തെ ഫുൾ ചെലവ് നിന്റെ വക. ബാറി പോകാം. ഞാനങ്ങനെ ലോക്കൽസിന്റെ ബാറിലേക്കും പോകുന്നില്ല. എടാ, ഞാനിപ്പോ ഒരു സെലിബ്രിറ്റിയാണ്. പിന്നെ അതിന്റെ ഒരു ലെവലൊക്കെ ഞാൻ കാണിക്കണ്ടേ? എന്നാ 2 ഫുള്ളെങ്കിലും എടുക്കുവോ? ഓടാ. മനുഷ്യനായ ഇത്ര ജാട പാടില്ല. എത്ര നേരം ചോദിക്കുന്നു?